എല്ലാ കാര്യങ്ങളും രാഹുൽ ഗാന്ധി എത്രത്തോളം കാര്യങ്ങൾ ചോദിച്ചോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാഹുൽ ഗാന്ധി എത്ര സമയം നമ്മൾ പറയാനുള്ള മുഴുവൻ അധികം കേൾക്കുന്നു, വിശദമായിട്ട് കേട്ടു. എന്താണ് കേരളത്തിലെ സാഹചര്യം എന്താണ്? തീരുമാനം നാളത്തോടെ ഉണ്ടാവും. ഒറ്റപ്പേരിൽ തീരുമാനം നാളെ പ്രതീക്ഷിക്കാം. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധി ആയിട്ടുള്ള ഏത് ചർച്ചയിലും ഞാൻ പൂർണ്ണ തൃപ്തനാണ്. തീരുമാനം ഇവിടെ നിന്ന് എടുക്കും പറയാം. നാളെ എന്തായാലും ഉണ്ടാവും. ഏതായാലും എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എനിക്ക് അല്ലെങ്കിൽ അസംതൃപ്തി ഇല്ലല്ലോ. കെ മുരളീധരൻ ഇപ്പോൾ കൂടിക്കാഴ്ച പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയാണ്. അദ്ദേഹം തൻ്റെ നിലപാട് അറിയിച്ചു എന്ന് വിശദീകരിക്കുന്നുണ്ട്. നാളെയോടെ പ്രഖ്യാപനമെന്നാണ് അദ്ദേഹം പറയുന്നത്. നാളെ ഉറപ്പായും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. ഹൈക്കമാൻഡ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം പുറത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ, മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ് കെ മുരളീധരൻ, അദ്ദേഹം ഇപ്പോൾ ഹൈക്കമാൻഡിനെ തൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നാളെയോടെ ഉറപ്പായും ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണുന്നുണ്ട് ഇന്ന് ഹൈക്കമാൻഡ്. മല്ലികാർജുൻ ഖർഗെ ഇന്ന് വൈകിട്ടോടെ ഡൽഹി തിരിച്ചെത്തും. നിലവിൽ ബംഗളൂരുവിലാണ് മല്ലികാർജുൻ ഖർഗെ ഉള്ളത്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്കും ശേഷമായിരിക്കും പ്രഖ്യാപനം നടക്കുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്നത് നിർണായക ചർച്ചകളാണ്. മുൻ KPCC അധ്യക്ഷന്മാരെയും ഒപ്പം മുതിർന്ന നേതാക്കളെയുമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ അവിടെയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, MM ഹസൻ, VM സുധീരൻ അദ്ദേഹം 12:30 ഡൽഹിയിൽ, ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെയും വിളിപ്പിച്ചിട്ടുണ്ട്. K സുധാകരൻ അദ്ദേഹം ഡൽഹിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് MLA-മാരുടെ അഭിപ്രായം തേടണം ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ എന്നുള്ളതാണ്. തൻ്റെ നിലപാട് അറിയിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യം, ഈ MLA-മാരുടെ അഭിപ്രായം അത് പരിഗണിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പരിഗണിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ നേതാക്കളൊക്കെ ആർക്കൊപ്പം എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. വിനീത VG വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, കെ മുരളീധരനും തൻ്റെ നിലപാട് അറിയിച്ച് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ചർച്ചകൾ തുടരുകയാണല്ലോ, വിവരങ്ങൾ വിനീത. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലുള്ള ഒരു മാരത്തോൺ ചർച്ചകളോ അല്ലെങ്കിൽ മണിക്കൂറുകളെടുത്തുള്ള ചർച്ചകളോ അല്ല ഇത്തവണ ഉള്ളത്. വളരെ കൃത്യമായി നേതാക്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞ് അവർ തിരികെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യം 11:30 തന്നെ നേതാക്കൾ ഇവിടെ എത്തുകയും പിന്നാലെ കൂടിക്കാഴ്ച ആരംഭിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ കെ മുരളീധരൻ അദ്ദേഹം അല്പസമയം മുൻപാണ് കൂടിക്കാഴ്ച നടത്തി പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹം പറയുന്നത് കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ സ്ഥിതിഗതികൾ അറിയിച്ചു. അതിൽ എന്താണ് അവർ പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം നാളെ അറിയാമെന്നുള്ളതാണ്. നാളെ പ്രഖ്യാപനം. അദ്ദേഹം തിരികെ മടങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ, MM ഹസൻ എന്നിവരും കൂടിക്കാഴ്ച പൂർത്തിയാക്കി ഇരുവരും മടങ്ങിയിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആദ്യം കൂടിക്കാഴ്ച കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയിൽ തന്റെ കാര്യങ്ങൾ, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, തന്റെ അഭിപ്രായമൊക്കെ തന്നെ താൻ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിച്ചായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതാണ്ട് 15 മിനിറ്റോളമാണ് തിരുവഞ്ചൂരുമായുള്ള കൂടിക്കാഴ്ച നീണ്ടത്. രാഹുൽ ഗാന്ധിയാണ് ഓരോ നേതാക്കളെയും കാണുന്നത്. വെവ്വേറെയുള്ളൊരു കൂടിക്കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഞാനിപ്പോഴും നിൽക്കുന്നത് ഈ ജൻപത് 10 വസതിയിൽ തന്നെയാണ്, സോണിയാഗാന്ധിയുടെ വസതിയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഷാഫി പറമ്പിൽ, അദ്ദേഹം ഇപ്പോഴും ഉള്ളിൽ തന്നെയാണുള്ളത്. ഒപ്പം തന്നെ മറ്റ് മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവർ ഇപ്പോഴും ഉള്ളിൽ ചില ചർച്ചകൾ തുടരുന്നുണ്ട്. അതിൽ AP അനിൽകുമാർ ഇപ്പോഴും ഉള്ളിലാണുള്ളത്. അവരുമൊക്കെ ഈ ചർച്ചകൾ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് പുറത്തേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി ഉള്ളത് ഈ മണിക്കൂറുകൾ നീണ്ട ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഓരോ പ്രത്യേകമായിട്ടുള്ള സെക്ഷനുകളോ അങ്ങനെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി വിനീത, ഒരു നിമിഷം ഒരു ബ്രേക്കിലേക്ക്, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് വിനീത തുടരുക. മറ്റു വിവരങ്ങൾ ശേഖരിക്കുക. പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ഒറ്റക്കൊറ്റക്കുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് നിർണായക കൂടിക്കാഴ്ചകൾ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.